പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് ഇപ്പോൾ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ജംഷീർ, ഇപ്പോൾ അല്പം മുമ്പാണ് ഈ മരണവിവരം പുറത്തു വരുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുമായി അദ്ദേഹം വീട്ടിൽ തന്നെ വിശ്വത്തിലായിരുന്നു. 2 ദിവസം മുൻപാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ പനിയും മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും രാവിലത്തോടെ ഒരല്പം ആശ്വാസമുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോരാമെന്നുള്ള ഒരു നിഗമനം പറഞ്ഞിരുന്നു എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ അല്പം മുമ്പ് ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് ഈ ഒരു ദുഃഖകരമായ വിവരം പുറത്തു വരുന്നത്. സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. പൊതുവെ സൗമ്യനായി തന്നെ എപ്പോഴും കണ്ടിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് തന്റേതായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ പഠനമൊക്കെ നടന്നിരുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പല പ്രമുഖരോടൊപ്പം അദ്ദേഹം പഠനത്തിൽ പല പ്രമുഖർക്കൊപ്പം അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ ഈ കെ അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല മുസ്ലിയാർ, കുമരംപുത്തൂർ കുഞ്ഞൽവി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പല ആളുകൾക്കൊപ്പവും പല പ്രമുഖ പണ്ഡിതന്മാർക്കൊപ്പവും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. 2003 മുതൽ അദ്ദേഹം ജാമിയ നൂരിയയുടെ പ്രിൻസിപ്പൽ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ എന്നതിലുപരി ഒരു നല്ല എഴുത്തുകാരനും പ്രാസംഗികനൊക്കെ ആയിരുന്നു അദ്ദേഹം. കേരള മുസ്ലിം സമൂഹത്തിലെ പൊതുമണ്ഡലത്തിലൊക്കെ തന്നെ ഏറെ സാന്നിധ്യമായിരുന്ന സജീവമായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. 2003 മുതൽ 2006 വരെ അദ്ദേഹം കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. 2006 മുതൽ 2009 വരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങളെല്ലാം തന്നെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ഓൾ ഇന്ത്യ പേഴ്സണൽ ബോർഡ് അംഗം കൂടിയായിരുന്നു അദ്ദേഹം. നിരവധി പല അന്തർദേശീയ ദേശീയ തലങ്ങളിലുള്ള പല പരിപാടികളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് തന്നെ ഏറെ അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട്. പല പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ വളരെ പ്രശസ്തിയാർജിച്ച പുസ്തകങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം വിവരം പുറത്തു വരുന്നത്. ഇനി മറ്റു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. പട്ടിക്കാട് ജാമിയ നൂരിയയിലായിരിക്കാം ഒരു പക്ഷേ പൊതുദർശനം മറ്റു നടപടികളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക വിവരങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ പുറത്തു വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. മൃതദേഹം ഇപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ്. നേതാക്കന്മാരുൾപ്പെടെയുള്ള സംസ്ഥയുടെ നേതാക്കന്മാരുൾപ്പെടെയുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നേ ഉള്ളൂ. അവിടെ എത്തിയതിനു ശേഷം മറ്റു നടപടിക്രമങ്ങളും ഒക്കെ ഇതിലൊരു വ്യക്തത വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ഒപ്പം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറിയുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായത്. മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിരുന്നു അദ്ദേഹം. ഒപ്പം അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ദേശീയ സമിതി അംഗം എന്നീ സ്ഥാനങ്ങളെല്ലാം വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ സമസ്തയുടെ വളർച്ചയിൽ നിർണായകമായ സംഭാവനകൾ നൽകിയ ഒരു പ്രമുഖ പണ്ഡിതൻ കൂടിയാണ് വിടവാങ്ങുന്നത്. ഒപ്പം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായ ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. കുറേ കാലങ്ങളോളം അദ്ദേഹം ഈ ജാമിയ നൂരിയ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ പദവി വഹിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാമിക് വിദ്യാഭ്യാസ കോംപ്ലക്സിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പം പൊന്നാനി മഊനത്തുൽ ഇസ്ലാം അറബിക് കോളേജിൻ്റെ പ്രസിഡൻ്റാണ്. വടകര ഹുജ്ജത്തുൽ ഇസ്ലാമിക് കോംപ്ലക്സ് എന്നിവയുടെ മുഖ്യ ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട്. ഒരു 2-3 പതിറ്റാണ്ടുകാലമായി സമസ്തയെ നയിച്ച മുൻനിര നേതാക്കളിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. നേരത്തെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന വലിയൊരു പദവി അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ സുന്നി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നത്. കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരാണ് അല്പസമയം മുമ്പ് അന്തരിച്ചിരിക്കുന്നത്. നിരവധി കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു.
അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. അവിടെ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. ജംഷീർ കുടുങ്ങി തുടരുന്നുണ്ട്. ജംഷീർ, ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും ഇനി ഖബറടക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. എങ്കിൽ കൂടിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ വിയോഗമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇപ്പോൾ സമസ്തയുടെ ഭാഗത്ത് നിന്ന് അതൊരു അറിയിപ്പായിട്ട് വരേണ്ടി വരുമല്ലേ?